പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവമായ കർത്താവ് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ വചന ധ്യാനശുദ്ധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒന്നുകൂടെ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് അതിന് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. അതിന് ഇയ്യോബ് ദൈവത്തോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഇയ്യോബ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തോടൊരു ഉത്തരം പറയുന്ന ആ ഉത്തരങ്ങൾ പറയുന്നതിന് തുടക്കമുള്ള വാക്കാണ് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. പറയുന്ന സാഹചര്യവും പശ്ചാത്തലവും വ്യത്യസ്തമാണ്. ഇതിനു മുമ്പേ ദൈവത്തോട് സംസാരിച്ചു. ഞാൻ അത്തിനോട് സംസാരിക്കും. മനുഷ്യൻ ഈ വേദന അനുഭവിക്കുന്ന കാര്യം, ജന്മദിവസത്തെ ശപിച്ചത്, ഇതൊക്കെ ഇതിനു മുമ്പ് നടന്ന സംഭവമാണ്. യോബിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഭൂമിയിൽ അനുഭവിക്കാവുന്നൊരു വേദനയിൽ അതികഠിനമായ വേദന അനുഭവിച്ച മനുഷ്യൻ. തൻ്റെ മൃഗസമ്പത്ത് പോയി, തൻ്റെ കപ്പൽ പോയി, തനിക്കുണ്ടായിരുന്ന കൃഷി പോയി, തൻ്റെ സമ്പത്തുകളെല്ലാം അപഹരിക്കപ്പെട്ടു. അതിലെല്ലാം വേദനിക്കപ്പെട്ട് 10 ശവപ്പെട്ടികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 10 ശവപ്പെട്ടികൾ ഒരുപോലെ വീട്ടിൽ വന്ന് നിരന്നിരുന്നു. അത് മാത്രവുമല്ല, അത് കഴിഞ്ഞ് അല്പം കൂടെ കഴിഞ്ഞപ്പോൾ തന്റെ ശരീരത്തെ മുഴുവൻ ചൊറിയും ചിരങ്ങുമായിട്ട് ചാരത്തിക്കിടന്ന് ചുരണ്ടേണ്ട അനുഭവം. അതും അതിജീവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു 4 സ്നേഹിതന്മാർ വന്ന്, ഒരു 3 സ്നേഹിതന്മാർ വന്ന് ആശ്വസിപ്പിക്കാൻ വന്നവരെ 7 ദിവസം ഇയ്യോബിന്റെ കഷ്ടത കണ്ട് മിണ്ടാതിരുന്നു. പക്ഷേ ഇയ്യോബിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇയ്യോബ് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അവസാനം ഒരു വാഗ്വാദം പോലെ ഇയ്യോബിന്റെ കുഴപ്പം കൊണ്ടാണ്, ഇയ്യോബിന്റെ തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞ് വേദനിച്ച് പുറം മുഴുവൻ വേദനിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ കൂടെ മുറിച്ച ഒരു അനുഭവം. അങ്ങനെ മുറിവേൽക്കപ്പെട്ടവനായി, അകത്തും പുറത്തും മുറിവേൽക്കപ്പെട്ടവനായി, ഒരിക്കൽ സ്നേഹിക്കുന്നെന്ന് പറയുന്ന ഭാര്യ പോലും വന്നിട്ട് പറഞ്ഞു, ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ നീ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞിട്ട് നീ ചത്തുകളക എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പൊട്ടി എന്ന പോലെ നീ സംസാരിക്കരുത്. യഹോവയിൽ നിന്ന് നന്മ ലഭിച്ചുവെങ്കിൽ യഹോവ തിന്മ തന്നാൽ അനുഭവിക്കരുതോ എന്ന് ചോദിച്ച് ദൈവത്തിൽ ഉറച്ച മനുഷ്യൻ. ജീവിതത്തിന്റെ വൈതരണികളിൽ, കൈപ്പേറിയ മേഖലകളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വന്നിട്ട് സ്നേഹിതന്മാരാൽ മുറിവേറ്റ്, സ്വന്തം ഭാര്യയാൽ മുറിവേറ്റ്, അകത്തും പുറത്തും ഒരുപോലെ മുറിവേറ്റ്, പഴുപ്പും ചലവുമായി ചരണ്ടിക്കൊണ്ട് ഓട്ട് കഷത്തിനകത്തിരിക്കുന്ന മനുഷ്യന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സകലവും ഇനിയുമില്ല എന്ന് മുന്നോട്ടിരിക്കുമ്പോഴാണ് 40-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റിൽ യഹോവ പ്രത്യക്ഷനാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇയ്യോബിനോട് ചുഴലിക്കാറ്റ് ചോദിച്ചു. അതുവരെ ഇയ്യോബിനൊരു ഭാവമുണ്ട്, താൻ നീതിമാനാണ്, അതേ സഹോദരങ്ങളുടെ ഇടയ്ക്ക് തന്റെ ജീവിതത്തിനകത്ത് ഒക്കെ ശരിയാണ്, ദൈവം പോലും അംഗീകരിക്കുന്നു. നീതിമാനും നിഷ്കളങ്കനും അതേ ദോഷം വിട്ട് അകലുന്നതുമാണ് അകലുന്നവനുമായ ഇയ്യോബ. ദൈവം പോലും അംഗീകരിക്കുന്ന ഒരു ശുദ്ധി, ഒരു വിശുദ്ധത ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്, ദൈവ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. 40-ാം അധ്യായം എത്തിയപ്പോൾ ദൈവം ചുഴലിക്കാറ്റിൽ ഇയ്യോബിന് പ്രത്യക്ഷനായിട്ട് ചോദിക്കുകയാ. കുറെ കാര്യങ്ങള് കഴുകന്നെ വെച്ചിട്ടൊരു ചോദ്യങ്ങള് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്ക് അറിയാമോ? കുതിരയുടെ കുഞ്ചിരോമം ചവച്ചത് നീയോ? തിമിംഗലത്തിന്റെ പേര് നിനക്ക് നിർദ്ദേശിക്കാമോ? ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്, ദൈവം ചോദിക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം. അപ്പൊ ഇയ്യോബിനൊരു ഭാവം, തനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, വേദന അനുഭവിച്ച ഇല്ല. ദൈവം തമ്പുരാൻ വന്നിട്ട് പറയാ, നീ ഇരിക്കുന്നത് ഈ ലോകമാകുന്ന
ജാലകത്തിന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിലിരിക്കുന്ന ആകാശമണ്ഡലങ്ങളുടെ ഒരു കോണിക്കകത്തിരുന്ന് അതിന്റെ ഒരു ചെറിയ റൂം പോലെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന നിന്നോടാ സംസാരിക്കുന്നത്. അപ്പോ അറിവ് കൂടാതെ അറിവ് മറിച്ചു കളയുന്നവൻ, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു ദൈവത്തിന്റെ അഗാധതയിൽ നിന്ന് അറിയപ്പെടാതെ ഒന്നും ചിന്തിക്കാത്ത ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കുറിച്ചൊരു കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവിടെ യോബ് ഒരു ഉത്തരം പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. വായിച്ച വാക്യം ഇങ്ങനെയാ, നിന്റെ ഉദ്ദേശമൊന്നും നീ സകലവും നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. യോബിനോട് പറഞ്ഞില്ല, നിന്റെ ജീവിതത്തിനകത്ത് ഈ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് തക്കവണ്ണം നന്മ തരാൻ പോവുക, ഇരട്ടി അനുഗ്രഹം തരാൻ പോവുകയാണെന്ന് യോബിനോട് പറഞ്ഞില്ല. പക്ഷേ യോബുമായിട്ടുള്ള കൺഫ്രണ്ടേഷനില് യോബിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ലെങ്കിലും യോബ് ഒരു വസ്തുത പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നോ നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും കാണാതിരിക്കുമ്പോൾ യോബ് പറയുന്നൊരു വാക്ക്, എനിക്ക് ഈ ചൊറിയും ചരങ്ങുമായി ഞാൻ ചാരത്തിൽ കിടക്കുന്നതും എൻ്റെ 10 മക്കൾ ഒരുപോലെ നഷ്ടപ്പെട്ടു പോയതും എൻ്റെ ജീവിതത്തിനകത്ത് അതേ മുഴുവൻ റോബറിയായി കൊള്ളയടിക്കപ്പെട്ടതും എൻ്റെ ഭാര്യ പോലും തള്ളി പറഞ്ഞതും എൻ്റെ സ്നേഹിതന്മാർ വന്നെന്നെ വിരൽ ചൂണ്ടുന്നതും പോയിന്റ് ചെയ്തതും ഇതെല്ലാം കണ്ടിട്ട് യോബ് പറയുക, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എനിക്ക് വന്നിരിക്കുന്ന നേരിട്ടിരിക്കുന്ന അനർത്ഥങ്ങള് വേദനകള് ഇതിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് ഈ പകലിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ധ്യയിൽ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം കൽപ്പിക്കുന്ന ഒരു വാക്ക് കേട്ടോ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്, നിനക്ക് സകലവും കഴിയുമെന്ന്. ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ യോബിനെ പോലെ ഒന്നും പോകുന്നില്ലെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെച്ചിട്ട് കർത്താവേ എനിക്കെന്താ മറുപടി തരാത്തെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നവര്, തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ, ഒരു വഴി തുറക്കണമേ, എനിക്കൊരു ജോലി, എന്റെ വിസ, എന്റെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവര്, എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ കർത്താവേ എന്ന് പറയുന്നവര്, ഇവരെല്ലാം ചേർത്ത് നിർത്തിയ വാചകത്തിനകത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ഉറപ്പിക്കട്ടെ, നിന്നോട് തന്നെ, നിന്റെ അകത്തോട് തന്നെ, നിന്റെ ഹൃദയത്തോട് തന്നെ ആത്മാവിൽ സംസാരിക്കട്ടെ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്, നിനക്ക് സകലവും കഴിയുമെന്ന്, നിന്നെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന്, ഈ വേദനയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന്, ഈ സങ്കടത്തിനകത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് ആത്മാവിലൊന്ന് ഉറപ്പിച്ചേ, ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്, അവനാൽ സകലവും കഴിയുമെന്ന്. അത് യഹോവ തന്നു, യഹോവ എടുത്ത് അവന്റെ നാമം മഹിമപ്പെടട്ടെ എന്ന് പറയുമ്പോ യോബിനോട് പറഞ്ഞില്ല നിനക്ക് ഇരട്ടി തരാമെന്ന്. അതിനുശേഷമാ പ്രാർത്ഥിക്കാൻ പറയുന്നേ. പക്ഷെ ഒന്നും കാണാതിരിക്കുമ്പോ യോബ് പറയുക, ദൈവമേ എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതെല്ലാം അതിനൊന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അതേ അസാധ്യമല്ലെന്ന്. നിനക്ക് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന്, എന്റെ വസ്തുവകളെ കുറിച്ച്, തലമുറയെ കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന്, എന്റെ അവസ്ഥയെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന്, എന്റെ യാത്രയെ കുറിച്ച്, എന്റെ സാഹചര്യത്തെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന്. ഹല്ലേലൂയ. ഭാര്യ തള്ളി പറയുമ്പോഴും ഹൃദയം മുറിക്കുന്ന വേദന സ്നേഹിതന്മാർ തരുമ്പോഴും അതിനും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടെന്ന്. നീ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ മേടിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന്. അതേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നോ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്, നിനക്ക് സകലവും കഴിയുമെന്നോ. ഈ സന്ദേശം കേൾക്കുമ്പോൾ വചനത്തിനകത്തുറപ്പിച്ചേ, ദൈവത്തിന്റെ അതേ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല, അവനാൽ സകലവും കഴിയുമെന്നും. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും, അവനാൽ സകലവും കഴിയുമെന്നും. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന സന്ദേശത്തിനകത്തുറപ്പിച്ചേ,
അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഒരുമിച്ച് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം, ദൈവത്തിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവന്, ഈ പ്രാർത്ഥന കൂട്ടായ്മയിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്, യഹോവയാൽ സകലവും കഴിയുമെന്ന് തിരിച്ചറിയുന്ന ഈ സാഹചര്യത്തിനകത്ത് ദൈവത്തിന്റെ ഉദ്ദേശത്തിനകത്താണെന്ന് ആത്മാവിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉറപ്പിക്കുന്നു, ഒന്നും കാണാതിരിക്കുമ്പം ഇരട്ടി അനുഗ്രഹം തരാമെന്ന് പറഞ്ഞിട്ടൊന്നും കാണാതിരിക്കുമ്പം അതേ വാക്ക് ഹൃദയത്തിനകത്ത് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ ഉദ്ദേശം കുഞ്ഞെ, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്, അത് അസാധ്യമല്ലെന്ന്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അസാധ്യമല്ല, അത് നടക്കുന്നതാണെന്ന്. ദൈവം അത് നടത്തുന്നതാണ്, ദൈവം അത് നിവർത്തിക്കുന്നതാണെന്ന്. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന്, നിന്നെ കുറിച്ചുള്ള പദ്ധതി അസാധ്യമല്ലെന്ന്. അപ്പോൾ തന്നെ കർത്താവേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും നീ സകലവും തിരിച്ചറിയുന്ന ദൈവമാണെന്നും ആത്മാവിൽ ഉറപ്പിക്കുന്നു, തിരിച്ചറിയുന്നു, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് തിരിച്ചറിയുന്നു. ദൈവം കൂടിയിരിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ കൂടി ആത്മാവിൽ ബലപ്പെടുത്തലുകളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.